സ്ട്രോ ഹാറ്റ്സ് അലാബസ്റ്റയിലേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. അവരവിടേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഡാൻസിങ് പൗഡർ എന്താണെന്ന് അറിയണം. ഈ ഒരു ഡാൻസിങ് പൗഡർ ഇല്ലെങ്കിൽ ഈ ഒരു അലാബസ്റ്റ സ്റ്റോറി തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഈ ഡാൻസിങ് പൗഡർ. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൗഡർ എന്താണെന്ന് ഞാൻ പറയാം. ഡാൻസിങ് പൗഡർ ഉപയോഗിച്ചാൽ ഒരു സ്ഥലത്ത് മഴ കൊണ്ടുവരാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരുഭൂമിയിൽ മഴ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പൗഡറാണ് ഈ ഡാൻസിങ് പൗഡർ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഈ ഒരു ഡാൻസിങ് പൗഡർ ഒരു ഗ്രാമത്തിൽ ഉപയോഗിച്ചാൽ ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ പെയ്യേണ്ട മഴ ഈ ഒരു ഡാൻസിങ് പൗഡർ ഉപയോഗിച്ച ഗ്രാമത്തിൽ വന്ന് പെയ്യും. അങ്ങനെയാകുമ്പോൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ മഴയുണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ ആ ഗ്രാമം തന്നെ മുഴുവനായിട്ട് നശിച്ചു പോകും. ഒരേ സമയം ഉപകാരവും ദോഷവും ചെയ്യുന്ന ഒരു പൗഡറാണ് ഈ ഡാൻസിങ് പൗഡർ. സോ ഈ ഒരു പൗഡർ ഡേഞ്ചർ ആയതുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് ഈ ഒരു പൗഡറിനെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡാൻസിങ് പൗഡറിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അലാബസ്റ്റയിലേക്ക് ഒന്ന് വരാം. അലാബസ്റ്റ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ഇത്ര വലിയ രാജ്യത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഇതിൽ രാജാവ് താമസിക്കുന്ന സ്ഥലം, അതായത് രാജാവിന്റെ കൊട്ടാരവും രാജാവ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അലബാണ. ഈ ഒരു ഗ്രാമത്തിന് ചുറ്റും ചെറിയ ചെറിയ മറ്റു കുറച്ച് ഗ്രാമങ്ങളുണ്ട്. എന്നാൽ അവിടുത്തേതിനൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് രാജാവുള്ള സ്ഥലത്താണ്, രാജാവിന്റെ കൊട്ടാരമുള്ള സ്ഥലത്താണ്. ഇത് കാണുന്ന ബാക്കിയുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ ഇതൊരു അത്ഭുതമാണ്. കാരണം രാജാവ് താമസിക്കുന്ന സ്ഥലത്താണല്ലോ മഴ പെയ്യുന്നത്, അതുകൊണ്ട് ഇതെന്തെങ്കിലും അനുഗ്രഹം വല്ലതും ആയിരിക്കും എന്നൊക്കെയാണ് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ അലാബസ്റ്റ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു മരുഭൂമിയാണ്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് രാജാവ് താമസിക്കുന്ന സ്ഥലത്തും. ഇനി അവിടെ എങ്ങാനും മഴ പെയ്താൽ അവർ ആ വെള്ളം ശേഖരിച്ചു വെച്ച് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കും. ഇങ്ങനെയാണ് എല്ലാ ഗ്രാമത്തിലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തേക്ക് ഈ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ മഴ പെയ്തിട്ടേയില്ല. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ മഴ എന്ന് പറയുന്നത് ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല. സോ പ്രശ്നം അതിലല്ല. ഈ ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ മഴ പെയ്യാതെ രാജാവിന്റെ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ 3 വർഷമായിട്ട് മഴ പെയ്തു. ഇതിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് അത്ഭുതമാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ഡെലിവറി വന്നു. കുറച്ച് ആൾക്കാർ ചേർന്ന് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞ് ഒരു വലിയ ചാക്ക് കെട്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ ചാക്ക് കെട്ട് മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടി. അതിലുണ്ടായിരുന്നത് ഡാൻസിങ് പൗഡർ ആണ്. ഇത് കാണുന്ന എല്ലാ ജനങ്ങളും ഉറപ്പിച്ചു 100% ഇത് ഡാൻസിങ് പൗഡർ തന്നെയാണ്. അതായത് ഇത്രയും കാലം കഴിഞ്ഞ 3 വർഷം വേറെ ഒരു ഗ്രാമത്തിലും മഴ പെയ്യാതെ രാജാവിന്റെ ഗ്രാമത്തിൽ മാത്രം മഴ പെയ്തതിന്റെ കാരണം ഈ ഡാൻസിങ് പൗഡർ രാജാവ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. എല്ലാവരും ഈ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് വിശ്വസിക്കാതെ വേറൊരു മാർഗമില്ല. കാരണം രാജാവിന്റെ സ്ഥലത്ത് വെച്ച് രാജാവിന് വന്ന ഡെലിവറി ഈ ഒരു ഡാൻസിങ് പൗഡർ ആയിരുന്നു. അപ്പോൾ ജനങ്ങൾ എന്ത് വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം? പക്ഷെ അപ്പോഴും രാജാവ് പറഞ്ഞു, ഞാൻ ഒരു ഡാൻസിങ് പൗഡർ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ബാക്കിയുള്ള ഗ്രാമത്തെ വെച്ച് നോക്കുമ്പോൾ അലബാണയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അലബാണയിൽ ഇപ്രാവശ്യം മഴ പെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള ഗ്രാമങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് മഴ തിരിച്ചു വരും. മഴ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെയൊക്കെ രാജാവ് പറയുമ്പോൾ ജനങ്ങളിലുള്ള കുറച്ചു പേര്, ഒരു പകുതി പേര് രാജാവിനെ വിശ്വസിക്കുന്നുണ്ട്. ബാക്കി പകുതി പേർക്ക് ഇപ്പോഴും സംശയമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ഒരുപാട് ഡാൻസിങ് പൗഡർ ഈ ജനങ്ങൾ കണ്ടുപിടിച്ചു. ഈ ഒരു കാര്യം കണ്ട ഉടനെ എല്ലാ ജനങ്ങളും ഉറപ്പിച്ചു 100% രാജാവാണ് കുറ്റക്കാരൻ. ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ മഴ പെയ്യാതെ ഈ ഒരു ഗ്രാമത്തിൽ മാത്രം മഴ പെയ്യുന്നതിന്റെ കാരണം തന്നെ രാജാവാണ്. എല്ലാത്തിനും കാരണം രാജാവാണ്. തങ്ങൾക്ക് കിട്ടേണ്ട മഴ അത് മോഷ്ടിച്ച് അത് രാജാവ് സ്വന്തമാക്കി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജനങ്ങൾ രാജാവിനെതിരെ തിരിഞ്ഞു. രാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടി കുറച്ച് ജനങ്ങൾ എല്ലാവരും ചേർന്ന് റെബൽ ആർമി എന്ന് പറയുന്ന ഒരു ആർമി ക്രിയേറ്റ് ചെയ്തു. അവരുടെ ഒരേ ഒരു ലക്ഷ്യം രാജാവിനെ തോൽപ്പിക്കണം. അവർക്ക് കിട്ടേണ്ട മഴ, അവർക്ക് കിട്ടേണ്ട വെള്ളം അത് തിരിച്ചെടുക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചു പേര് മാത്രം രാജാവിനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷം രാജാവ് ഇതുപോലൊരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്ക് രാജാവിന് വിശ്വാസമുണ്ട്. അതും വളരെ ചുരുക്കം ആൾക്കാർക്കും മാത്രം. സത്യത്തിൽ രാജാവ് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കാതെ ബാക്കിയുള്ള ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു. രാജാവിന്റെ കൂടെ എപ്പോഴും രാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടി 2 പേരുണ്ട്. അവരുടെ പേരാണ് ചാക്ക ആൻഡ് പീൽ. ഇവരോട് 2 പേരോടും രാജാവ് പറയുന്നത് ഒരിക്കലും ജനങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കരുത്. കാരണം ജനങ്ങൾ സത്യമൊന്നും അറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാവധാനം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാം. അതുവരെ ജനങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കരുത് എന്ന് തന്നെ രാജാവ് തന്റെ കൂടെയുള്ള ഭടന്മാരോട് പറഞ്ഞു. ഇത്രത്തോളം ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവ് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. ശരിയാണ്, രാജാവ് തെറ്റ് ചെയ്തിട്ടില്ല. രാജാവിനെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി ഇത് മറ്റൊരാൾ ചെയ്തതാണ്. അത് മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി സർ ക്രോക്കഡൈൽ. ഈ ക്രോക്കഡൈൽ എന്ന് പറയുന്നത് 7 വാർലോഡിലുള്ള ഒരാളാണ്. ഈ ക്രോക്കഡൈലിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അലാബസ്റ്റ കിങ്ഡത്തിലെ രാജാവണം. എങ്ങനെ? ഇപ്പോഴുള്ള രാജാവിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ക്രോക്കഡൈലിന് രാജാവണമെന്ന്. അതിനുവേണ്ടിയാണ് ഇത്തരം ചീപ്പ് കളികളൊക്കെ ക്രോക്കഡൈൽ ചെയ്യുന്നത്. ഇത് കൂടാതെ അലാബസ്റ്റയിലുള്ള എല്ലാ ജനങ്ങൾക്കും ക്രോക്കഡൈലിനെ വലിയ കാര്യമാണ്. ഇങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ക്രോക്കഡൈൽ അവരെ സഹായിക്കാൻ എന്ന പോലെ
അതിൽ കയറി ഇടപെടും, എന്നിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ അവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും ജനങ്ങൾക്കറിയില്ല. അവർക്കൊന്നും മാത്രം അറിയാം, ക്രോക്കഡൈൽ എന്ന് പറയുന്നത് അവരെ സഹായിക്കാമെന്ന ഒരു രക്ഷകൻ, അവർക്ക് കാണപ്പെട്ട ഒരു ദൈവം. അതുപോലെ ക്രോക്കഡൈൽ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്, ഒരു ലോജിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് യൂസർ. ഈ ലോജിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് എന്താന്ന് വെച്ചാൽ, ഡെവിൾ ഫ്രൂട്ട് തന്നെ കുറെ ടൈപ്പുകളുണ്ട്. അതിലൊന്ന് ലോജിയ, നമ്മളിപ്പോ പറഞ്ഞത്, 2 പാരമീസിയ, 3 സോവാൻ. ഇങ്ങനെ ഈ ഒരു 3 ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണ് ആകെ ഉള്ളത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോയിൽ നോക്കാം. സോ ക്രോക്കഡൈൽ ഒരു ലോജിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. അതായത് അവന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറാണ് അവന്റെ ബോഡി അവന് മണലാക്കാൻ കഴിയും. ഈ ഉണ്ടാക്കുന്ന മണൽ ഉപയോഗിച്ച് അവന്റെ എനിമീസിനെ അറ്റാക്ക് ചെയ്യാനും ചുറ്റിനുള്ള മണൽ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ക്രോക്കഡൈലിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ. സോ നമ്മൾ പറഞ്ഞു വന്നത്, രാജാവിനെ അറിഞ്ഞുകൊണ്ട് പെടുത്തിയത് ഈ ഒരു ക്രോക്കഡൈലാണ്. ഡാൻസിങ് പൗഡർ രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവച്ചതും ഡാൻസിങ് പൗഡർ ഉപയോഗിച്ച് മറ്റുള്ള ഗ്രാമത്തിലെ മഴ രാജാവിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ക്രോക്കഡൈൽ തന്നെ. ക്രോക്കഡൈൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് രാജാവിന്റെ മുകളിലുള്ള വിശ്വാസം പോയി. അവരെന്നിട്ട് റിബൽ ആർമി ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ രാജാവിനെ വരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ക്രോക്കഡൈലിന് വേണ്ടത്. പിന്നെ ഈ ക്രോക്കഡൈലിന്റെ അടുത്ത് ബൊറോക്ക് വർക്ക്സ് എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി പണിയെടുക്കുന്നത് ഏകദേശം 2000-ന് മുകളിലുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്കൊന്നും ഇവരുടെ ലീഡർ ക്രോക്കഡൈൽ ആണെന്ന് അറിയില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്രോക്കഡൈൽ മറഞ്ഞിരുന്ന് ഓരോ ഇൻഫർമേഷൻ കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കും. അല്ലാതെ ക്രോക്കഡൈലിന്റെ ഐഡന്റിറ്റി ഒന്നും ക്രോക്കഡൈൽ ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല. സോ ഈ ഒരു ബൊറോക്ക് വർക്സിൽ 2000 ആൾക്കാരല്ലാതെ 13 സ്പെഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. ഈ 13 സ്പെഷ്യൽ മെമ്പേഴ്സ് ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്ത് പവർ കൂടുതലായതുകൊണ്ടാണ് അവർ സ്പെഷ്യൽ മെമ്പർ ആയത്. സോ ഈ 13 പേർക്കും ക്രോക്കഡൈൽ ആരാണെന്ന കാര്യം അറിയില്ല. ക്രോക്കഡൈലിന്റെ ഐഡന്റിറ്റി അറിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നിക്കോ റോബിൻ. ഇപ്പൊ നമ്മുടെ വിവിക്കും ഈ ഒരു കാര്യം അറിയാം. അതുകൊണ്ടാണ് ക്രോക്കഡൈൽ അവളെ കൊല്ലാൻ നോക്കുന്നത്. ക്രോക്കഡൈലിന്റെ ഐഡന്റിറ്റി ആരൊക്കെ തിരിച്ചറിയുന്നോ അവരെയൊക്കെ ക്രോക്കഡൈൽ കൊന്നുകളയും. ഇത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു റൂളാണ്. ക്രോക്കഡൈലിനെ ആരും മനസ്സിലാക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞ ക്രോക്കഡൈലിനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അപ്പൊ അവനെ കൊന്നുകളയും. സോ ഞാൻ ഇത്രയും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന സമയം കൊണ്ട് സ്ട്രോ ഹാറ്റ്സ് അലാബസ്റ്റയിലേക്ക് എത്തി. അവരെല്ലാം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ആദ്യം റെബല് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അവിടെ ചെന്ന് റെബല് നടത്തുന്ന ലീഡറിനെ കാണണം. ഈ റെബല് നടത്തുന്ന ലീഡറിന്റെ പേരാണ് കോസ. ഇവൻ വിവിയുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ്. അപ്പൊ ഇവനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാനാണ് സ്ട്രോ ഹാറ്റ്സിന്റെ പ്ലാൻ. ഇതിനുവേണ്ടി അവര് യൂബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വേണം പോവാൻ. അവിടേക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു നാനോഹാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തണം. അവിടെ നിന്ന് എറുമാലു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യൂബയിലേക്ക് ഇവർ നടന്നു വേണം പോവാൻ. സോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സ്ട്രോ ഹാറ്റ്സ് അലാബസ്റ്റയിലേക്ക് എത്തി. അലാബസ്റ്റയിലേക്ക് എത്തി ഈ ഒരു സമയത്ത് തന്നെ അവര് മിസ്റ്റർ 2വിനെ കാണുന്നുണ്ട്. മിസ്റ്റർ 2 ബൊറോക്ക് വർക്കിലുള്ള ഒരാളാണ്. മിസ്റ്റർ 2വിനെ സഹായിച്ചുകൊണ്ടാണ് സ്ട്രോ ഹാറ്റ്സ് ആദ്യം ഇവനെ പരിചയപ്പെടുന്നത്. മിസ്റ്റർ 2 ബൊറോക്ക് വർക്കിലുള്ള ഒരാളാണ്, അവരുടെ എനിമിയാണ് എന്നൊന്നും സ്ട്രോ ഹാറ്റ്സിന് അറിയില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോ ഹാറ്റ്സ് അയാളെ സഹായിച്ചു. ഈ മിസ്റ്റർ 2വിന്റെ ഡെവിൾ ഫ്രൂട്ട് പവറാണ് ബാക്കിയുള്ള ആൾക്കാരുടെ മുഖം ഇവന് കോപ്പി ചെയ്യാൻ കഴിയും. അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവന് കോപ്പി ചെയ്യാൻ കഴിയും. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സും മിസ്റ്റർ 2ഉം പരിചയപ്പെടുന്നത് കൊണ്ട് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിലുള്ള എല്ലാവരെയും, ലൂഫി അടക്കം എല്ലാവരെയും മിസ്റ്റർ 2 കോപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരോട് താങ്ക്സ് പറഞ്ഞ് മിസ്റ്റർ 2 അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ വിവിക്ക് മനസ്സിലാവും അവൻ ബൊറോക്ക് വർക്കിലുള്ള ഒരാളാണെന്ന്. അതുപോലെ മിസ്റ്റർ 2 സ്ട്രോ ഹാറ്റ്സിനെ മുഴുവൻ കോപ്പി ചെയ്തെങ്കിലും അവരുടെ കപ്പലിലുള്ള സാഞ്ചിയെ മാത്രം അവൻ കോപ്പി ചെയ്തില്ല. സാഞ്ചിയെ കോപ്പി ചെയ്യാൻ മിസ്റ്റർ 2വിന് പറ്റിയില്ല. അതിന് കാരണം മിസ്റ്റർ 2 എല്ലാവരെയും കോപ്പി ചെയ്ത സമയത്ത് സാഞ്ചി അതിന് സമ്മതിച്ചില്ല. സാഞ്ചി ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും മിസ്റ്റർ 2 കോപ്പി ചെയ്തു. അതായത് സ്ട്രോ ഹാറ്റ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസും മിസ്റ്റർ 2വിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അവർ സ്ട്രോ ഹാറ്റ്സ് ആണെന്നും അവരുടെ ക്യാപ്റ്റൻ ലൂഫി ആണെന്നുള്ള കാര്യമൊന്നും മിസ്റ്റർ 2വിന് അറിയില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ സേഫ് ആണ്. ഇതിനു ശേഷം തന്നെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അലാബസ്റ്റ കിങ്ഡത്തിലേക്ക് കയറി നാനോഹാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ എത്തിയ ഉടനെ വിവി സ്ട്രോ ഹാറ്റ്സിനോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയും. ഇനി അങ്ങോട്ട് വിവി ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന രീതിയിൽ. പക്ഷെ വിവിയുടെ ഈ ഒരു തീരുമാനം സ്ട്രോ ഹാറ്റ്സ് സമ്മതിച്ചില്ല. കാരണം ഇത്രയും ദൂരം സ്ട്രോ ഹാറ്റ്സ് വിവിയെ കൊണ്ടുവന്നു. ഇനി അങ്ങോട്ടും വിവിയെ സഹായിക്കേണ്ടത് സ്ട്രോ ഹാറ്റ്സിന്റെ കടമയാണ്. അതുകൊണ്ട് വിവിയെ തനിച്ച് വിടാൻ അവർ സമ്മതിച്ചില്ല. ഈ ഒരു സമയത്ത് വിവി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സത്യങ്ങൾ മുഴുവൻ അവളുടെ അച്ഛനോട് പറയണം. അതിനുവേണ്ടി ഒരു ലെറ്ററിൽ കാര്യങ്ങളെല്ലാം എഴുതി. ഇനി അത് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വിവിയുടെ പെറ്റായിട്ടുള്ള ആ കാറു എന്ന് പറയുന്ന താറാവാണ്. ഈ ഒരു താറാവ് ആ ഒരു ലെറ്റർ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുവോ, അതിനത് കഴിയുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. അത് ചില്ലറക്കാരനും അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇതിനെ വെറുതെ തറയിലേക്ക് ഇറക്കി വിട്ടാൽ മതി, ട്രെയിൻ ഓടുന്നത് പോലെ പറപ്പിച്ചു വിടും. സോ വിവി ആ ഒരു ലെറ്റർ കാറുവിന്റെ അടുത്ത് കൊടുത്തു വിട്ടു. അതുപോലെ സ്ട്രോ ഹാറ്റ്സും വിവിയും റിബൽ ആർമിയുടെ ലീഡർ ആയിട്ടുള്ള കോസയുടെ അടുത്തേക്കും പോകുന്നു. റിബൽ ആർമിയുടെ ലീഡറും രാജാവും ഒരേ സമയത്ത് കാര്യങ്ങൾ അറിയുമ്പോൾ രാജ്യത്ത് നടക്കാൻ പോകുന്ന വലിയൊരു യുദ്ധം ഇല്ലാതാവും. അതാണ് സ്ട്രോ ഹാറ്റ്സിന്റെയും വിവിയുടെയും പ്ലാൻ. അതുകൊണ്ട് എല്ലാവരും കോസയുടെ അടുത്തേക്ക് പോകുന്നു. ഈ ഒരു സമയത്ത് അലാബസ്റ്റയിലെ ക്യാപ്റ്റൻ സ്മോക്കറും അയാളുടെ കൂടെ ടഷിക്കിയുണ്ടായിരുന്നു. എന്തിന്? സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി. പറഞ്ഞു വെച്ചതുപോലെ സ്മോക്കർ ലൂഫിയെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ലൂഫിയെ സ്മോക്കറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഒരാളാണ്. അയാളാണ് എയ്സ്. ലൂഫിക്ക് വേണ്ടി അലാബസ്റ്റയിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞ അതേ എയ്സ് തന്നെ വൈറ്റ് ബിയർഡ് പൈററ്റ്സിലെ
ബേസിലെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ. സോ ഈ ഒരു എയ്സ് അങ്ങനെ എല്ലാവരെയും കയ്യിൽ രക്ഷിക്കില്ല. ലൂഫി തന്റെ സ്വന്തം അനിയനായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുത്തിയത്. അതെ, എയ്സിന്റെ അനിയനാണ് ലൂഫി. എയ്സ് തന്റെ ചേട്ടനാണെന്ന് ലൂഫി തന്റെ കൂടെയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ വെച്ച് സ്മോക്കറും എയ്സും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എയ്സ് വൈറ്റ് ബിയർഡ് പൈററ്റ് എന്ന് പറയുന്ന ഒരു വലിയ പൈററ്റ് ക്രൂവിലെ മെമ്പറാണ്. അതുകൂടാതെ ലൂഫിയെ പിടിക്കാൻ സ്മോക്കറിനെ എയ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എയ്സ് തന്റെ ഡബിൾ ഫ്രൂട്ട് പവർ, അതായത് എയ്സിന് ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. എയ്സിന്റെ പവറാണ് അവന് തീ ഉണ്ടാക്കാൻ കഴിയും. ആ തീ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാനും കഴിയും. ഇപ്പൊ എയ്സ് അവന്റെ ആ ഒരു പവർ ഉപയോഗിച്ച് എയ്സ് സ്മോക്കറിനെ തോൽപ്പിക്കുന്നു. അതിനുശേഷം ലൂഫി എയ്സിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അലാവസ്ഥയിലേക്ക് വന്നതെന്ന്. അതിന് എയ്സ് പറയുന്നത് അവൻ ബ്ലാക്ക് ബിയർഡ് എന്ന് പറയുന്ന ഒരുത്തനെ പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ബ്ലാക്ക് ബിയർഡ് അലാവസ്ഥയിൽ ഉണ്ടെന്ന ഇൻഫർമേഷൻ എയ്സിന് കിട്ടി. അതുകൊണ്ടാണ് എയ്സ് ഇവിടേക്ക് വന്നത്. സോ എയ്സ് ഇവിടേക്ക് വന്നത് കൂടാതെ ലൂഫി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് ബൊറോഗ് വർക്സിന്റെ ഒരുപാട് മെമ്പേഴ്സ് ഒരുപാട് ഷിപ്പിൽ കയറിയിട്ട് ലൂഫി അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവരെയൊക്കെ തന്റെ പവർ ഉപയോഗിച്ച് തോൽപ്പിച്ചത് എയ്സ് ആണ്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ടാണ് എയ്സ് ബൊറോഗ് വർക്സിന്റെ കപ്പൽ മുഴുവൻ നശിപ്പിച്ചത്. ഇത്രയും പവർ ഉണ്ട് എയ്സിന്. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ എയ്സും ഉണ്ട്. സോ ഇനി അവർ പോകുന്നത് എറുമാലു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയ സ്ട്രോ ഹാറ്റ്സ് അവിടെ നടന്ന് വേണം പോവാൻ. അങ്ങനെ അവർ നടന്നു പോകുന്ന സമയത്ത് തകർന്നില്ലാതായ ഒരു ഗ്രാമം അവർ കണ്ടു. ആ ഗ്രാമം എങ്ങനെ നശിച്ചതെന്ന് നമുക്കറിയാം. വെള്ളം കിട്ടാതെ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ മരിച്ചു. അങ്ങനെ മരിച്ചുപോയ ജനങ്ങളുടെ അസ്ഥികൂടം കാണുന്ന വിവിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഇത് കണ്ട് സ്ട്രോ ഹാറ്റ്സിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇങ്ങനെയെല്ലാം ചെയ്തത് ക്രോക്കോഡൈലാണ്. അതുകൊണ്ട് അവനെ തോൽപ്പിക്കാനുള്ള ദേഷ്യം ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന് കൂടി. അവനെ എന്തായാലും തോൽപ്പിക്കുമെന്ന് സ്ട്രോ ഹാറ്റ്സ് പറയുന്നു. സോ ഇതിന് ശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഇവിടേക്ക് എയ്സ് വരാൻ കാരണം എന്താ? ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സിനെ അവന് പിടിക്കാൻ വേണ്ടിയാണ്. ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സ് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ എയ്സിന് കിട്ടി. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ പ്രകാരം ഇവര് പോകുന്ന വഴിയാണ് ബ്ലാക്ക് ബിയർഡ് ഉള്ളത്. എന്നാൽ ഇവരവിടെ എത്തുമ്പോൾ അത് ബ്ലാക്ക് ബിയർഡ് ആയിരുന്നില്ല. എയ്സിനോട് ദേഷ്യമുള്ള ഒരാള് എയ്സിനെ പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതായത് എയ്സിന് കിട്ടിയ ഇൻഫർമേഷൻ ഫേക്ക് ആണ്. സോ ബ്ലാക്ക് ബിയർഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എയ്സ് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അതായത് സ്ട്രോ ഹാറ്റ്സിനെ വിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ അന്വേഷിച്ചു വന്ന ആള് ഇവിടെ ഇല്ല. ഈ ഒരു കാര്യം എനിക്ക് വൈറ്റ് ബിയർഡ് പൈററ്റ്സിനോട്, അതായത് എന്റെ പൈററ്റ്സ് ക്രൂവിനോട് ചെന്ന് പറയണം. അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എയ്സ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ എയ്സ് ലൂഫിക്ക് ഒരു വൈറ്റ് പേപ്പർ കൊടുക്കും. ഇതിന്റെ പേരാണ് വീവറ കാർഡ്. ഈ പേപ്പർ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ പറയാം. സോ എയ്സ് ആ പേപ്പറിൽ ലൂഫിക്ക് കൊടുത്തിട്ട് ഇത് നിനക്ക് എപ്പോഴേലൊക്കെ ഉപകാരപ്പെടും, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് എയ്സ് അവിടുന്ന് പോകുന്നു. ഇതേ സമയത്ത് ക്രോക്കോഡൈൽ അവന്റെ ബൊറോക്ക് വർക്സിലെ മെയിൻ മെമ്പേഴ്സ് ആയിട്ടുള്ള ആ 13 മെമ്പേഴ്സിനെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടാവും. ഈ ഒരു മീറ്റിംഗിൽ വെച്ച് ആദ്യമായിട്ടാണ് ക്രോക്കോഡൈൽ അവനാണ് ബൊറോക്ക് വർക്സിന്റെ ലീഡർ എന്ന് പറഞ്ഞ് ഫേസ് റിവീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ ക്രോക്കോഡൈൽ നമുക്ക് നമ്മുടെ മിഷൻ ഊട്ടോപ്പിയ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവരോട് പറയുന്നു. ഇതേ സമയത്ത് ആ മീറ്റിംഗിലേക്ക് മിസ്റ്റർ 3 വരുന്നു. ലിറ്റിൽ ഗാർഡൻ ഐലൻഡിൽ വെച്ച് ജയന്റ്സിനെയും സ്ട്രോ ഹാറ്റ്സിനെയും പിടിക്കാൻ നോക്കി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവൻ തന്നെ. അവനോട് ക്രോക്കോഡൈൽ അവന് കൊടുത്ത മിഷൻ, അതായത് ലൂഫിയെ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കത് കഴിഞ്ഞില്ല, അവരെല്ലാവരും ചേർന്ന് തന്നെ തോൽപ്പിച്ചു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ക്രോക്കോഡൈലിന് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട്. കാരണം സ്ട്രോ ഹാറ്റ്സ് മരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ വിവി ഉണ്ടാവും. വിവി ജീവനോടെ ഉണ്ടായാൽ ക്രോക്കോഡൈലിന്റെ ഒരു പ്ലാനിങ് നടക്കില്ല. അവളെ എല്ലാ കാര്യങ്ങളും നേരെ അവളുടെ കൂട്ടുകാരനായിട്ടുള്ള, അതായത് റിബൽ ആർമിയുടെ ലീഡറിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. അതോടെ ക്രോക്കോഡൈലിന്റെ പ്ലാൻ മുഴുവൻ പൊളിയുകയും ചെയ്യും. ഇപ്പൊ ദേഷ്യം വരുന്ന ക്രോക്കോഡൈൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവന്റെ അടുത്ത് ശരിക്കുള്ള ഒരു വലിയ ക്രോക്കോഡൈൽ ഉണ്ട്, ബനാന അലിഗേറ്റർ. ആ ഒരു വലിയ ക്രോക്കോഡൈലിനെ ഈ മിസ്റ്റർ 3യെ തിന്നാനിട്ട് കൊടുക്കും. അതിനുശേഷം ക്രോക്കോഡൈൽ അവിടെയുള്ള ബൊറോക്ക് വർക്സിലെ എല്ലാവരോടും പറയും ലൂഫിയും ടീമിനെയും എന്തായാലും പിടിക്കണം. കാരണം അവരെ പിടിച്ചാലേ ക്രോക്കോഡൈലിന് അവന്റെ പ്ലാന് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ബൊറോക്ക് വർക്സിലുള്ള എല്ലാവരും ഇപ്പോൾ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയത്ത് സ്ട്രോ ഹാറ്റ്സ് ഒരു വയസ്സായ ആളെ കണ്ടുമുട്ടുന്നുണ്ട്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസം മുഴുവൻ നിന്ന് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. 3 വർഷമായിട്ട് അവരുടെ ഗ്രാമത്തിൽ മഴ പെയ്തിട്ടില്ല. ഇനി എങ്ങാനും മഴ പെയ്താൽ അവർക്ക് വെള്ളം ശേഖരിച്ചു വെക്കണം. അതിനുവേണ്ടിയാണ് ഈ വയസ്സായിട്ടുള്ള ആള് ദിവസം മുഴുവൻ ഇരുന്ന് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്താലും ഇല്ലെങ്കിലും അയാൾ കുഴി മാന്തിക്കൊണ്ടേയിരിക്കും. മഴ പെയ്യുമെന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസമാണ് അയാളുടെ മനസ്സിന്റെ ശക്തി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് സ്ട്രോ ഹാറ്റ്സിന് അയാൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. ഇതിനുശേഷം രാവിലെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും റിബൽ ആർമി ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ലൂഫി അവന്റെ പ്ലാൻ ചേഞ്ച് ചെയ്യും. അവൻ നേരെ പോയിട്ട് ക്രോക്കോഡൈലിനെ തോൽപ്പിക്കാമെന്ന് പറയും. ക്രോക്കോഡൈലിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഉണ്ടാവില്ല. യുദ്ധം നടക്കുന്നത് തന്നെ ക്രോക്കോഡൈലിന്റെ പ്ലാനിംഗ് ആണ്. അതുകൊണ്ട് ക്രോക്കോഡൈലിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഇല്ലാതാക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ വിവി ക്രോക്കോഡൈലുള്ള സ്ഥലം റെയിൻ ബേസ് ആണ്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. കഥയുടെ തുടക്കത്തിൽ വിവി കാറുവിന്റെ കയ്യിൽ രാജാവിന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ ഇപ്പോ രാജാവിന് കിട്ടി. ആ ഒരു ലെറ്റർ വായിക്കുന്ന രാജാവിന് സത്യങ്ങളെല്ലാം മനസ്സിലാവും. എല്ലാത്തിനും കാരണം ക്രോക്കോഡൈലാണ്. ജനങ്ങളുടെ മുന്നിൽ അവൻ നല്ല പിള്ളയായിട്ട് ചമയായിരുന്നു. അവൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രാജാവിന് നല്ലതുപോലെ ദേഷ്യം വരുന്നു. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് റെയിൻ ബേസിലെത്തി. എന്നാൽ അവിടെ അവരെ തേടി വേറെ ചിലരും വന്നിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റൻ സ്മോക്കറും അവന്റെ ടീമും. എന്നിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സ്ട്രോ ഹാറ്റ്സിൽ നിന്ന് സാഞ്ചിയും ചോപ്പറും സെപ്പറേറ്റ് ആയിട്ട് പോകും. ലൂഫിയുടെ ടീമിൽ ലൂഫി, സോറോ, നാമി, ഊസോപ്പ് ഇവർ 4 പേരും ചേർന്ന് റെയിൻ
ബേസിൽ ഒരു കാസിനോ ഉണ്ട്, അവിടേക്ക് പോകുന്നു. ക്രോക്കോഡൈൽ അവിടെയാണുള്ളതെന്ന് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇവർ അവിടേക്ക് പോകുന്നത്. ഇവരുടെ പുറകെ തന്നെ സ്മോക്കറും പോകുന്നുണ്ട്. പക്ഷേ ഈ കാസിനോ ഒരു ട്രാപ്പാണ്. അവിടെ വെച്ച് ഇവരെല്ലാവരെയും ക്രോക്കോഡൈൽ പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ക്രോക്കോഡൈലിന്റെ സഹായിയായിട്ടുള്ള റോബിൻ അവൾ പോയിട്ട് വിവിയെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ ക്രോക്കോഡൈലിന് പ്രശ്നക്കാരായിട്ടുള്ള എല്ലാവരെയും അവൻ പിടിച്ച് ജയിലിലാക്കി. എന്നിട്ട് ക്രോക്കോഡൈൽ അവന്റെ മിഷൻ നടത്താൻ വേണ്ടി അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ അവനൊരു കോള് വരും. അവനെ വിളിക്കുന്നത് മറ്റാരുമല്ല, സാഞ്ചിയാണ്. ക്രോക്കോഡൈലിനെ സംബന്ധിച്ച് സാഞ്ചി സ്ട്രോ ഹാറ്റ്സിലുള്ള ഒരാളാണെന്ന് അവനറിയില്ല. അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. മിസ്റ്റർ ടു എല്ലാവരെയും കോപ്പി ചെയ്ത സമയത്ത് സാഞ്ചിയെ മാത്രം കോപ്പി ചെയ്തില്ല. അവന് കോപ്പി ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സാഞ്ചി ക്രോക്കോഡൈലിനെ വിളിച്ച് ഞാൻ പുറത്ത് തന്നെയുണ്ട്, നീ വേണമെങ്കിൽ എന്നെ ഒന്ന് പിടിക്കുന്നു പറയുന്നു. അത് കേൾക്കുന്ന ക്രോക്കോഡൈൽ ആണെങ്കിൽ സാഞ്ചിയെ പിടിക്കാൻ വേണ്ടി കാസിനോയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് തന്നെയാണ് സാഞ്ചിക്ക് വേണ്ടത്. ഈ ഒരു അവസരം മുതലെടുത്ത് സാഞ്ചി കാസിനോന്റെ അകത്തേക്ക് കയറി അവിടെയുള്ള സ്ട്രോ ഹാറ്റ്സിനെ മുഴുവൻ രക്ഷിക്കുന്നു. ഈ ഒരു സമയത്താണ് മറ്റൊരു കാര്യം നടക്കുന്നത്. ബൊറോക്ക് വർക്സിലുള്ള ആൾക്കാര് രാജാവിനെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് മിസ്റ്റർ ടു രാജാവിന്റെ മുഖം കോപ്പി ചെയ്ത് രാജാവിന്റെ രൂപത്തിലേക്ക് മാറി. ഇങ്ങനെ രാജാവിന്റെ രൂപത്തിലേക്ക് മാറിയ മിസ്റ്റർ ടു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ ഡാൻസ് പൗഡർ ഉപയോഗിച്ച കാര്യം ഗവൺമെന്റ് അറിയാതിരിക്കാൻ ഈ നാട് മുഴുവൻ നശിപ്പിക്കണം എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് മിസ്റ്റർ ടു രാജാവിന്റെ രൂപത്തിലേക്ക് മാറിയ മിസ്റ്റർ ടു അവിടെയുള്ള ഭടന്മാരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിലുള്ള മറ്റൊരു കാര്യം, ആ ഭടന്മാര് മുഴുവൻ ബൊറോക്ക് വർക്സിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ ബൊറോക്ക് വർക്സിലുള്ള ആൾക്കാർ മുഴുവൻ അവിടെ മുഴുവൻ നശിപ്പിക്കാൻ വരുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് റിബൽ ആർമിയുടെ ലീഡർ, അതായത് വിവിയുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട് കോസ, അവൻ അവിടേക്ക് വന്ന് രാജാവിനെ ഒരുപാട് തടയാൻ ശ്രമിക്കും. എന്നാൽ ആ ഒരു സമയത്ത് അവർ കോസയെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങളെല്ലാവരും രാജാവിനോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് ഒരു വലിയ കപ്പൽ താഴേക്ക് വീഴുന്നു. അതെങ്ങനെ തനിയെ വന്ന് വീഴുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഇത് വന്ന് വീഴാൻ കാരണം ക്രോക്കോഡൈലാണ്. ഇതും ക്രോക്കോഡൈലിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ആ കപ്പലിൽ മുഴുവനും ഉള്ളത് വെപ്പൺസ് ആണ്. വെപ്പൺസ് കാണുന്ന ജനങ്ങൾ ആ വെപ്പൺസ് ഉപയോഗിച്ച് രാജാവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇത് തന്നെയാണ് ക്രോക്കോഡൈലും വേണ്ടത്. ജനങ്ങൾ അതെടുത്ത് രാജാവിനെതിരെ ഫൈറ്റ് ചെയ്യണം. അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ യാതൊരു വെപ്പൺസും ഇല്ല. എങ്ങനെയെങ്കിലും രാജാവും ജനങ്ങളും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുക, അതാണ് ക്രോക്കോഡൈലിന് വേണ്ടത്. ഇപ്പൊ എല്ലാ ജനങ്ങളും രാജാവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മിസ്റ്റർ ടു അവന്റെ രൂപം പഴയതുപോലെ ആക്കി അവിടുന്ന് പോകുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ പയ്യൻ അത് കണ്ടു. സോ ഈ ഒരു കാര്യം ആ ചെറിയ കുട്ടി പുറത്തു പോയി പറയാതിരിക്കാൻ വേണ്ടി അവനെ അടിച്ച് ബോധം കെടുത്തിയിട്ടാണ് അവർ പോകുന്നത്. എല്ലാ സത്യങ്ങളും കണ്ടറിഞ്ഞ ഈ ഒരു പയ്യനായിരുന്നു അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ്. എന്നാൽ ഇപ്പൊ അവന്റെ ബോധം പോയതുകൊണ്ട് സത്യങ്ങളൊട്ടും ഇനി ആരും അറിയാൻ പോകുന്നില്ല. ഇതേ സമയം സ്ട്രോ ഹാറ്റ്സ് സാഞ്ചി കാരണം രക്ഷപ്പെട്ട് പുറത്തേക്കെത്തി. എന്നാൽ സാഞ്ചി മാത്രമല്ല രക്ഷപ്പെട്ടത്, ക്രോക്കോഡൈൽ ക്യാപ്റ്റൻ സ്മോക്കറിനെയും അതിന്റെ അകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പുറത്തേക്ക് വന്നതിന്റെ കൂടെ തന്നെ ക്യാപ്റ്റൻ സ്മോക്കറിനെ ലൂഫി അവിടുന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിച്ചു. ക്യാപ്റ്റൻ സ്മോക്കർ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി മരിക്കാനാവുന്ന ഒരു അവസ്ഥയിലെത്തി. ആ സമയത്ത് ലൂഫിക്ക് തിരിഞ്ഞു പോവായിരുന്നു. എന്നാൽ ലൂഫി അങ്ങനെ തിരിഞ്ഞു പോയില്ല. പകരം സോറോയോട് ക്യാപ്റ്റൻ സ്മോക്കറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സോറോ ക്യാപ്റ്റൻ സ്മോക്കറിനെ രക്ഷിക്കുകയും ചെയ്തു. ലൂഫി ഒരു എനിമിയാണെന്ന് ചിന്തിക്കുന്ന ഒരാള് പല പ്രാവശ്യം ലൂഫിയെ കൊല്ലാൻ വേണ്ടി നോക്കി, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. അങ്ങനെയുള്ള ഒരാള് താൻ മരിക്കാനായ സന്ദർഭത്തിൽ താനാ പറയുന്ന എനിമി തന്നെ അയാളെ സഹായിച്ചു. അത് ലൂഫിക്ക് മാത്രമേ കഴിയുള്ളൂ. ലൂഫിക്ക് വേണമെങ്കിൽ അയാൾ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ച് പോവായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലാതെ ലൂഫി അയാളെ സഹായിച്ചു. രക്ഷപ്പെട്ടു വന്ന സ്മോക്കർ വീണ്ടും ലൂഫിയെ പിടിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അവന്റെ ഫ്രണ്ട് ആവുമെന്ന് ചോദിച്ചാൽ അതുമില്ല. സ്മോക്കർ പറയുന്നത് ഇപ്പൊ ഞാൻ നിന്നെ വിടാം, പക്ഷെ ഇനിയൊരു തവണ നമ്മൾ കണ്ടുമുട്ടിയാൽ അന്ന് ഞാൻ നിന്നെ പിടിക്കും എന്ന് പറഞ്ഞ് സ്മോക്കറും ലൂഫിയെ ചെറുതായിട്ടൊന്ന് സഹായിക്കും. സ്മോക്കർ ഇങ്ങനെ പറയാൻ കാരണം ലൂഫി സഹായിച്ചത് കൊണ്ടൊന്നുമല്ല, പകരം വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധമുണ്ട്. അതിനെ തടയാൻ ലൂഫിക്ക് സ്ട്രോ ഹാറ്റ്സിന് മാത്രമേ പറ്റൂ. ഇപ്പൊ സ്മോക്കർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ യുദ്ധം നിർത്താൻ വേണ്ടി സ്ട്രോ ഹാറ്റ്സും അവിടെ നിന്ന് പോകുന്നു. രാജാവിനെ തോൽപ്പിക്കാൻ റിബൽ ആർമിയുടെ കയ്യിലിപ്പോ ഒരുപാട് വെപ്പൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു വാർ ഡിക്ലെയർ ചെയ്തു. നേരെ പോയി രാജാവിന്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് അദ്ദേഹത്തെ കൊല്ലണം. അതിനുവേണ്ടി ഈ റിബൽ ആർമിയിലുള്ള എല്ലാവരും ചേർന്ന് രാജാവുള്ള സ്ഥലം അലബാണയിലേക്ക് പോകുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ഇപ്പൊ അലബാണയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രോക്കോഡൈലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് റോബിനും ഇപ്പൊ അതേ വഴി തന്നെയാണ് വരുന്നത്. അങ്ങനെ ക്രോക്കോഡൈൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രിൻസസ് വിവിയെ പിടിച്ചു. എന്നാൽ ലൂഫി പ്രിൻസസ് വിവിയോടും ബാക്കിയുള്ള എല്ലാവരോടും അവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് അവൻ ക്രോക്കോഡൈലിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ലൂഫിയെ തനിച്ചാക്കി വന്നതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിയാം, അവർക്കൊരു വിശ്വാസമുണ്ട് ലൂഫി തിരിച്ചു വരുമെന്ന്. പ്രത്യേകിച്ച് സോറോയ്ക്ക്. സോറോയാണ് എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് ലൂഫി തിരിച്ചു വരുമെന്ന്. അവൻ എവിടെ പോയാലും തിരിച്ചു വരും. ഇപ്പൊ ക്രോക്കോഡൈലും ലൂഫിയും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രോക്കോഡൈൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ലൂഫിക്ക് ക്രോക്കോഡൈലിൽ നിന്നും തൊടാൻ പോലും കഴിയുന്നില്ല. കാരണം ക്രോക്കോഡൈലിന്റെ പവർ ഉപയോഗിച്ച് അവന്റെ ശരീരം മുഴുവൻ മണലാക്കാൻ കഴിയും. ലൂഫി ഓരോ പ്രാവശ്യവും ക്രോക്കോഡൈലിനെ പഞ്ച് ചെയ്യുമ്പോഴും ആ ഭാഗം മണൽ പോലെ ആക്കിയിട്ട് ക്രോക്കോഡൈൽ രക്ഷപ്പെടും. ലൂഫിക്ക് ഒരടി പോലും ക്രോക്കോഡൈലിനിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. പോരാത്തതിന് ക്രോക്കോഡൈലിന് വേറൊരു പവറുണ്ട്. മറ്റൊരാളുടെ ദേഹത്തുള്ള വെള്ളം അവന്റെ മണൽ ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ കഴിയും. ദേഹത്തുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആ ഭാഗം അങ്ങ് ശോഷിച്ചു പോകും. അങ്ങനെ ക്രോക്കോഡൈൽ ലൂഫിയുടെ ഒരു കയ്യിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് ക്രോക്കോഡൈൽ അവന്റെ കയ്യിലുള്ള ഒരു ഹുക്ക് വെച്ച് ലൂഫിയുടെ വയറിലേക്ക് കുത്തിക്കയറ്റി. ശേഷം ക്രോക്കോഡൈൽ അവിടുന്ന് നേരെ അലാബസ്റ്റയിലേക്ക് പോകുന്നു. ഇതേ സമയത്ത് ലൂഫിയുടെ അടുത്തേക്ക് ക്രോക്കോഡൈലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള റോബിൻ വന്നു. എന്നിട്ട് അവള് ലൂഫിയെ നോക്കിയിട്ട് പേരിന്റെ കൂടെ ഡി എന്ന അക്ഷരം വരുന്ന എല്ലാവരും എന്താ ഇങ്ങനെ ചെയ്യുന്നത്? റോബിൻ അങ്ങനെ ചോദിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലൂഫിയുടെ മുഴുവൻ പേര് മങ്കി ഡി ലൂഫി. അത്
അതിൽ ആ ഡി എന്ന അക്ഷരമാണ് ഇപ്പൊ റോബിൻ ചോദിച്ചത്. അങ്ങനെ അക്ഷരം വരുന്ന എല്ലാ ആൾക്കാരും ഇതുപോലെ ലൂഫിയെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് റോബിൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു ഡി എന്ന അക്ഷരം ലൂഫിക്ക് മാത്രമല്ല ലൂഫിയുടെ ബ്രദറായിട്ടുള്ള എയ്സിനും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും പ്രശ്നക്കാരാണ്. സോ അതായിരിക്കാം റോബിൻ ഇങ്ങനെ ചോദിച്ചതിന്റെ കാരണം. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് എത്തിയ റോബിൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാജാവിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുന്ന പീൽ എന്ന റോയൽ ഗാർഡിനെ അടിച്ച് അവൻ ഇവിടേക്ക് എത്തിച്ചു. ലൂഫിക്കും പീലിനും ഇതിനു മുമ്പ് പരിചയമില്ല. എന്നാലും ലൂഫി പീലിനോട് അവന് ഭക്ഷണം വേണമെന്ന് പറയും. കൈയെല്ലാം വറ്റി വരണ്ട് ശരീരം മുഴുവൻ ചോരയായി കിടക്കുന്ന ലൂഫിയെ കണ്ടപ്പോ പീൽ അവനെ സഹായിച്ചു. സോ പീലിനെ അവിടേക്ക് കൊണ്ടുവന്നതും അവൻ ലൂഫിയെ സഹായിച്ചതും എല്ലാം റോബിന്റെ ഒരേ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അവൾ എന്തിനാണ് തന്റെ എനിമിയെ സഹായിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്തിനു വേണ്ടി ലൂഫി അവള് സഹായിച്ചു. അത് ചിലപ്പോ അവന്റെ പേരിന്റെ കൂടെയുള്ള ഡി ആവാം. സോ ലൂഫിയെ നേരിട്ട് സഹായിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് റോബിൻ പീലിനെ എവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടുന്ന് നേരെ റോബിൻ പോകുന്നത് തന്റെ ബോസ് ക്രോക്കഡൈലിനെ സഹായിക്കാനാണ്. വിവിയും സ്ട്രോ ഹാറ്റ്സും അതുപോലെ രക്ഷപ്പെട്ടു വന്ന ലൂഫിയും എല്ലാവരും ഇപ്പൊ കറങ്ങിത്തിരിഞ്ഞ് അലാബാണയിലേക്ക് എത്തി. അവിടേക്ക് എത്തി ഇവരെ പിടിക്കാൻ വേണ്ടി ബൊറോക്ക് വർക്സിലെ 13 മെമ്പേഴ്സും ഉണ്ട്. അങ്ങനെ ഈ 13 പേരും ഇവരെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്ട്രോ ഹാറ്റ്സ് പല ഭാഗങ്ങളായിട്ട് പിരിഞ്ഞ് ഓരോരോ ഭാഗത്താണുള്ളത്. എന്നാൽ സ്ട്രോ ഹാറ്റ്സ് ഇവരെ എല്ലാവരെയും മറികടന്ന് വിവിയെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് അയക്കുന്നു. കാരണം വിവി നേരെ കോസയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഈ യുദ്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. റിബൽ ആർമിയുടെ ലീഡർ ആയിട്ടുള്ള കോസ യുദ്ധത്തിന് വേണ്ടി കുതിരപ്പുറത്ത് ഓടി വരുന്നുണ്ട്. ഇവരെല്ലാം തടയാൻ വേണ്ടി നിൽക്കുന്ന കൊട്ടാരത്തിലെ ഗാർഡ്സിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം രാജാവിനെ ബൊറോക്ക് ബോക്സിലുള്ള എല്ലാവരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. രാജാവില്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാം നോക്കി നടത്തേണ്ടത് രാജാവിന്റെ കൂടെയുള്ള ഒരു റോയൽ ഗാർഡാണ്. ഇതേ സമയത്ത് കോസ വരുമ്പോ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി നിൽക്കുകയാണ് വിവി. പക്ഷെ പെട്ടെന്ന് ഗാർഡ്സിലുള്ള ഒരാള് ഒരു പീരങ്കി ഈ ഓടി വരുന്ന റിബൽ ആർമിക്ക് നേരെ ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ട് ചെയ്തവൻ ഗാർഡ്സിലുള്ള ഒരാളല്ല, പകരം ബൊറോക്ക് വർക്സിലുള്ള ഒരാളാണ്. അവനിപ്പോ ഷൂട്ട് ചെയ്ത പീരങ്കിയിടുണ്ട റിബൽ ആർമിക്ക് നേരെ വന്ന് വീണ് അവിടെ മുഴുവൻ പൊടി പടലമായി. നിലത്തുള്ളത് മണലാണ്, ഒന്നനങ്ങിയാൽ മതി ആകെ പൊടിയാവും. അതുകൊണ്ട് ചുറ്റും പൊടിയായതുകൊണ്ട് ഓടി വരുന്ന കോസയ്ക്ക് വിവിയെ കാണാൻ പറ്റിയില്ല. ഈ സമയത്ത് വിവി ശക്തിയിൽ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെയും കോസ കേൾക്കാൻ വേണ്ടി. പക്ഷെ ഇത്രയും ആൾക്കാരുടെയും കുതിരയുടെ ഒക്കെ സൗണ്ട് കൊണ്ട് അത് കോസ കേട്ടില്ല. അതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു അവസാനം ഉണ്ടാവാനായി. ക്രോക്കഡൈൽ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളും രാജാവും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ഇതിന്റെ ഇടയിലൂടെ തന്നെ സ്ട്രോ ഹാറ്റ്സിന്റെ ഫൈറ്റും പോകുന്നുണ്ട്. അതിൽ സാഞ്ചി ഫൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ 2ന്റെ കൂടെ, സോറോ ഫൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ 1ന്റെ കൂടെ, നാമി മിസ് ഡബിൾ ഫിഗർ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഊസോപ്പും ചോപ്പറും മിസ്റ്റർ 4 അതുപോലെ മേരി ക്രിസ്മസ് എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഫൈറ്റിന്റെ അവസാനം ഊസോപ്പും ചോപ്പറും മിസ്റ്റർ 4നെയും മേരി ക്രിസ്മസിനെയും തോൽപ്പിച്ചു. അതുപോലെ സോറോ മിസ്റ്റർ 1നെ തോൽപ്പിച്ചു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ചെയ്യേണ്ടതെന്നും സോറോ പഠിച്ചു. അടുത്തതായിട്ട് സാഞ്ചി മിസ്റ്റർ 2നെ തോൽപ്പിച്ചു. എന്നാൽ പരാജയപ്പെട്ട മിസ്റ്റർ 2 ഒരു നല്ലവനായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഡബിൾ ഫിഗറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന നാമി അവളുടെ കയ്യിലുള്ള ഒരു വടി ഉപയോഗിച്ച്, അതൊരു സ്പെഷ്യൽ വെപ്പൺ ആണ്, ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് മിസ് ഡബിൾ ഫിഗറിനെ തോൽപ്പിച്ചു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വെപ്പൺ ഉണ്ടായി കൊടുത്തത് ഊസോപ്പാണ്. അപ്പൊ അവിടെ ജയിച്ചത് ആരാണ്? നമ്മുടെ ഊസോപ്പ്, ഗോഡ് ഊസോപ്പ്. ഇപ്പൊ ബൊറോക്ക് വർക്സിൽ അത്യാവശ്യം പവറുള്ള കുറച്ച് പേരെ സ്ട്രോ ഹാറ്റ്സ് തോൽപ്പിച്ചു. എന്നാൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അത് നിർത്താൻ വേണ്ടി നമ്മുടെ പ്രിൻസസ് വിവി ഇപ്പൊ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് എത്തി. പ്രിൻസസ് വിവിയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ കൊട്ടാരം തകർക്കണം. കൊട്ടാരം തകരുന്ന സൗണ്ട് കേട്ട് എല്ലാവരും അവളെ ശ്രദ്ധിക്കും. ആ ഒരു സമയത്ത് വിവി കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഇങ്ങനെയുള്ള ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി പ്രിൻസസ് വിവി കൊട്ടാരത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവളുടെ അടുത്തേക്ക് ദ മെയിൻ വില്ലൻ സർ ക്രോക്കഡൈൽ വരുന്നു. ക്രോക്കഡൈൽ വെറും കൈയോടെ അല്ല വന്നത്. അവൻ കിങ് കോബ്രയെ ചുമരിന്റെ സൈഡിലായിട്ട് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്രോക്കഡൈൽ കിങ് കോബ്രയോട് പറയും നിങ്ങളുടെ അടുത്തുള്ള പവർഫുൾ വെപ്പൺ പ്ലൂട്ടോൺ അതെനിക്ക് വേണം. സോ ഇപ്പോഴാണ് ക്രോക്കഡൈൽ അവന്റെ ശരിക്കുള്ള ആഗ്രഹം എന്താന്ന് പറയുന്നത്. അവന് രാജാവുന്നതിന് പുറമെ ആ പവർഫുൾ വെപ്പൺ പ്ലൂട്ടോൺ അത് വേണം. ഈ ഒരു പ്ലൂട്ടോൺ എന്ന് പറയുന്നത് അത് പണ്ട് മുതലേ ഈ രാജാവിന്റെ കുടുംബത്തിലുള്ള ഒരു വെപ്പണാണ്. അത് തലമുറയായി കൈമാറി ഇപ്പൊ ആ വെപ്പൺ രാജാവിന്റെ കയ്യിലുണ്ട്. അതാണ് ക്രോക്കഡൈലിന് വേണ്ടത്. ക്രോക്കഡൈൽ വരെ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്ലൂട്ടോണിന്റെ പവർ അന്യായമാണ്. അതുകൊണ്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ഒരു വില്ലന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും? അവൻ ആകെ അടിച്ച് നിരത്തി കളയും. അതുകൊണ്ട് കിങ് കോബ്ര ആ വെപ്പൺ എവിടെയാണെന്ന് അവസാനം വരെ പറയില്ല. അല്ലാതെ പിന്നെ പെട്ടെന്ന് കയറി വരുമ്പോൾ എടുത്ത് കൊടുക്കാനുള്ള ഒരു വെപ്പണാണ് ഈ പ്ലൂട്ടോൺ. അതിന് അതിന്റെ രീതികളൊക്കെ ഇല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വെപ്പൺ എടുത്ത് തരില്ല എന്ന് ക്രോക്കഡൈലിന് അറിയാം. അതുകൊണ്ട് ക്രോക്കഡൈലിന്റെ കയ്യിലും ഉണ്ട് ഒരു പ്ലാൻ. ഈ വെപ്പൺ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് ക്രോക്കഡൈലിന് നല്ലതുപോലെ അറിയാം. ക്രോക്കഡൈൽ രാജാവിനെ നോക്കിയിട്ട് പറയും നീ ഇപ്പൊ ആ വെപ്പൺ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഈ രാജ്യത്തിന്റെ നടുവില് ഞാനൊരു വലിയ ബോംബ് വെച്ചിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സമയമാകുമ്പോ അത് പൊട്ടിക്കോളും. അതെങ്ങാനും പൊട്ടിയാൽ പിന്നെ ഈ രാജ്യമില്ല. ഇവിടെ കിടന്ന് യുദ്ധം ചെയ്യുന്ന നിന്റെ ഭടന്മാരും നിന്റെ ജനങ്ങളും എല്ലാം ഇല്ലാതാവും. അപ്പോ ഇങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ സാധനം അതെന്റെ കയ്യിലേക്ക് എത്തണം. ഇത്രയും കാര്യങ്ങൾ ക്രോക്കഡൈല് നല്ല പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോ രാജാവിന് വേറെ വഴിയില്ല. മനസ്സോടെ രാജാവ് ആ വെപ്പൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോൾ അവിടേക്ക് റബൽ ആർമിയുടെ ലീഡർ കോസ വരുന്നു. ക്രോക്കഡൈല് പറയുന്നതെല്ലാം കോസ കേട്ടു. രാജാവിനെ ചുമരിൽ കുത്തിച്ചാരി വെച്ചതും കോസ കണ്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്ന കോസയുടെ അടുത്തേക്ക് ഓടി വന്ന് വിവി ബാക്കിയുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇനി ഇവർക്കൊക്കെ ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും യുദ്ധം നിർത്തണം. അതിനുവേണ്ടി കോസ ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഈ യുദ്ധം എന്ന് പറയുന്ന സാധനം ചില്ലറ കളിയല്ല, പടക്കം പോലെയാണ്. ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പൊട്ടും. അതുപോലെ അലബാണയിൽ നടക്കുന്ന
നടക്കുന്ന ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടി കോസ് ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. അതുകൂടാതെ കോസയെ ബൊറോക് വർക്സിലുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തുന്നുണ്ട്. ശേഷം സ്ട്രോ ഹാറ്റ്സും വിവിയും ചേർന്ന് സിറ്റിക്ക് നടുവിലുള്ള ബോംബ് കണ്ടുപിടിച്ച് അത് നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ക്രോക്കോഡൈൽ ആണെങ്കിൽ പ്ലൂട്ടോൺ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടേക്ക് പീലിന്റെ സഹായത്തോടെ ലൂഫി എത്തി. അതോടെ ക്രോക്കോഡൈലും ലൂഫിയും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. ഇപ്രാവശ്യം ലൂഫിക്ക് ക്രോക്കോഡൈലിന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായി. ക്രോക്കോഡൈലിന്റെ വീക്ക്നെസ് വെള്ളമാണ്. വെള്ളം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ ക്രോക്കോഡൈലിനെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് വെള്ളം എടുത്തിട്ടാണ് ലൂഫി എത്തിയത്. പക്ഷേ ക്രോക്കോഡൈൽ വീണ്ടും ലൂഫിയുടെ ദേഹത്തുള്ള വെള്ളം വലിച്ചെടുത്ത് അവനെ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയി. കാരണം ക്രോക്കോഡൈലിന് പ്ലൂട്ടോൺ വേണം. അതെടുക്കാൻ വേണ്ടിയാണ് ക്രോക്കോഡൈൽ പെട്ടെന്ന് പോയത്. നിലത്ത് വീണ ലൂഫി വീണ്ടും വെള്ളം കുടിച്ച് പഴയതുപോലെ ആവുന്നുണ്ട്. ലൂഫിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. രാജാവിനെ ഇപ്പൊ പിടിച്ചു കൊണ്ടുപോകുന്നത് റോബിനാണ്. ഈ ഒരു സമയത്ത് റോബിനെ തടയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ടഷിക്കിയും കുറച്ച് മറൈൻസും എത്തി. റോബിനെ കാണുന്ന ടഷിക്കിക്ക് അത് ആരാണെന്ന് മനസ്സിലായി. റോബിന് ചെറുപ്പത്തിലെ വാണ്ടഡ് പോസ്റ്ററും അതിലും മില്യൺ കണക്കിന് ബൗണ്ടി ഉണ്ടായിരുന്നു. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള റോബിൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ടഷിക്കിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് റോബിൻ അവളുടെ ഡബിൾ ഫ്രൂട്ട് പവർ ഉപയോഗിച്ച് അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും തോൽപ്പിച്ച് താഴെയിട്ടു. എന്നിട്ട് റോബിൻ കിങ് കോബ്രയെ എടുത്ത് പ്ലൂട്ടോണുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ റോബിന്റെ മുമ്പിൽ തോറ്റുപോയ ടഷിക്കിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. അവൾ എത്രയോ മടങ്ങ് വീക്കാണെന്ന് ടഷിക്കിക്ക് മനസ്സിലായി. ഇപ്പൊ അവിടേക്ക് ലൂഫി വന്നിട്ട് ടഷിക്കിയോട് ക്രോക്കോഡൈൽ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുന്നു. അതിന് അവൾക്കും വേറെ വഴിയില്ലാതെ ആ ഭാഗത്തേക്കാണ് പോയതെന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇപ്പൊ ലൂഫിയെ പിടിക്കുന്നതിനേക്കാൾ ഉപരി ഈ നാട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ടഷിക്ക് കാണിച്ചു കൊടുത്തത്. ഇവിടെ ക്രോക്കോഡൈലും റോബിനും രാജാവും ഇവര് മൂന്നുപേരും പ്ലൂട്ടോൺ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു ബോക്സ് പോലെ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലില് കുറെ അക്ഷരങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ അറിയുന്ന ഒരേ ഒരാള് ഈ റോബിനാണ്. അത് വായിച്ചാൽ പിന്നെ പ്ലൂട്ടോണിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം റോബിൻ അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ക്രോക്കോഡൈലിന് പറഞ്ഞു കൊടുക്കും. ഇതിൽ പ്ലൂട്ടോണിനെ പറ്റിയുള്ള യാതൊരു വിവരവും ഇല്ല. ഇതിൽ എഴുതിയിരിക്കുന്നത് അലാബസ്റ്റയുടെ ഹിസ്റ്ററിയാണ് എന്നിങ്ങനെ റോബിൻ ആ കല്ലിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ക്രോക്കോഡൈലിന് പറഞ്ഞു കൊടുക്കും. അവള് പറയുന്നത് പച്ച കള്ളമാണെന്ന് രാജാവിന് മനസ്സിലായി. പ്ലൂട്ടോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ആ ഒരു കല്ലിലുണ്ട്. നമുക്കിങ്ങനെ കല്ല് കല്ല് എന്ന് പറയാതെ ഇതിന്റെ പേരാണ് പോണിഗ്ലിഫ്. ഈ ഒരു പോണിഗ്ലിഫിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും നശിച്ചു പോവില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഈ പോണിഗ്ലിഫിൽ കൊത്തിവെക്കും. ഇതൊരിക്കലും നശിക്കാത്ത കല്ലായതുകൊണ്ട് ഹിസ്റ്ററി അല്ല ഇതിലാണ് എഴുതി വെക്കാറ്. സോ ഇപ്പൊ ഈ പോണിഗ്ലിഫ് വായിക്കുന്ന റോബിന് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട്. എങ്കിലും എന്തോ ഒരു കാരണം കൊണ്ട് അതിൽ എന്താണുള്ളതെന്ന് അവൾ പറയുന്നില്ല. റോബിൻ ക്രോക്കോഡൈലിനോട് പറയുന്നത് കള്ളമാണെന്ന് അവന് മനസ്സിലായി. ദേഷ്യം വരുന്ന ക്രോക്കോഡൈല് അവന്റെ കയ്യിലുള്ള ഹുക്ക് കൊണ്ട് റോബിനെ കുത്തി താഴെയിട്ടു. നീ ചതിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്കിനി നിന്റെ ആവശ്യമില്ല. നീ അല്ലാതെ വേറെ ഏതെങ്കിലും വഴി ഉപയോഗിച്ച് ഞാനിത് വായിച്ചെടുക്കും എന്നിങ്ങനെ ക്രോക്കോഡൈല് പറയുന്ന സമയത്താണ് അവിടേക്ക് ലൂഫി വരുന്നത്. അങ്ങനെ വീണ്ടും ലൂഫിയും ക്രോക്കോഡൈലും അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ക്രോക്കോഡൈല് അവന്റെ കയ്യിലുള്ള പോയിസൺ വെച്ച് ലൂഫി അറ്റാക്ക് ചെയ്തു. പോയിസൺ ദേഹത്തേക്ക് കയറി മരിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും ലൂഫി കഷ്ടപ്പെട്ട് ക്രോക്കോഡൈലിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു. ഇതേ സമയത്ത് സിറ്റിയിലുള്ള ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രോ ഹാറ്റ്സ് ശ്രമിക്കുമ്പോൾ അവിടേക്ക് എല്ലാ മറൈൻ ഓഫീസേഴ്സും വന്ന് അവരെ സഹായിക്കുന്നുണ്ട്. സ്ട്രോ ഹാറ്റ്സിനെ ബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കാൻ വേണ്ടി ടഷിക്കിയാണ് മറൈൻ സോൾജേഴ്സിന് ഓർഡർ കൊടുത്തത്. സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കുന്നതിലുപരി അവൾക്കിപ്പോൾ ആ നാട് രക്ഷിക്കണം, യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം, ബോംബ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മാത്രമാണ് തൽക്കാലത്തേക്ക് ടഷിക്കി സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കുന്നത്. ശേഷം പ്രിൻസസ് വിവി ആ ബോംബ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അവർക്കിനി ആ ബോംബ് നിർത്താൻ കഴിയില്ല. അതൊരു ടൈം ബോംബാണ്. ഇനിയും കുറച്ച് നിമിഷത്തിനുള്ളിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കും. സോ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന പ്രിൻസസ് വിവിയുടെ അടുത്തേക്ക് റോയൽ ഗാർഡ്സിലെ പീല് വന്നിട്ട് പറയും, ഈ രാജ്യത്തിലെ ഒരു റോയൽ ഗാർഡ് ഞാനാണ്. ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പീൽ ആ ടൈം ബോംബ് എടുത്ത് ആകാശത്തേക്ക് പറന്നുയർന്നു. പീലിനും ഒരു ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അതുകൊണ്ടാണ് അവന് പറക്കാൻ കഴിയുന്നത്. സോ ഇപ്പൊ ബോംബുമായിട്ട് പീൽ ആകാശത്തേക്ക് എത്തിയ ഉടനെ ആ ബോംബ് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് പീല് മരിച്ചുപോയി. ബോംബിന്റെ ഇത്രയും വലിയ പൊട്ടിത്തെറി കേട്ടിട്ട് പോലും താഴത്ത് യുദ്ധം ചെയ്യുന്ന ആൾക്കാര് അതൊന്നും കാര്യമാക്കാതെ വീണ്ടും യുദ്ധം തുടർന്നു. അതുപോലെ ക്രോക്കോഡൈലും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റില് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൂഫി ക്രോക്കോഡൈലിനെ തോൽപ്പിച്ചു. പക്ഷെ പോയിസൺ ആയ ലൂഫിയുടെ കാര്യം കഷ്ടമാണ്. അപ്പൊ ബോധം പോയ ലൂഫിയെ സഹായിക്കുന്നത് റോബിനാണ്. ഈ ഒരു പോയിസണെതിരെയുള്ള ഒരു മരുന്ന് അത് റോബിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ മരുന്ന് കൊണ്ട് ലൂഫിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് റോബിൻ അത് കിങ് കോബ്രയുടെ അടുത്തേക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോയി. ശേഷം കോബ്ര ആ മരുന്ന് ലൂഫിക്ക് കൊടുത്ത് അവന്റെ ശരീരത്തിലുള്ള പോയിസൺ എല്ലാം പോയി. ഇപ്പൊ അവൻ പഴയ കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അവർ നിൽക്കുന്ന ആ ബിൽഡിംഗ് അത് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങി. ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയതുകൊണ്ടാണ് അത് തകർന്നു പോയത്. ബിൽഡിംഗ് എല്ലാം തകർന്ന് താഴേക്ക് വീഴുന്നത് കൊണ്ട് ലൂഫി കിങ് കോബ്രയും പരിക്ക് പറ്റി കിടക്കുന്ന റോബിനെ എടുത്ത് പുറത്തേക്ക് ഓടിപ്പോകുന്നു. റോബിൻ ലൂഫിയോട് പറയും, നീ എന്നെ സഹായിക്കണ്ട. കാരണം ഞാൻ ഇത്രയും നാളും ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണ്ട എന്ന് റോബിൻ പറയുന്നുണ്ടെങ്കിലും ലൂഫി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവരെ രണ്ടുപേരെ എടുത്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പൊ ക്രോക്കോഡൈൽ തോറ്റുപോയി. ക്രോക്കോഡൈൽ തോറ്റത് അവിടെയുള്ള എല്ലാ ജനങ്ങളും കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അത്ഭുതകരമെന്ന് പറയത്തക്ക രീതിയിൽ ഇത്രയും വർഷം പെയ്യാതിരുന്ന മഴ എല്ലാ ഗ്രാമത്തിലും പെയ്യുന്നു. മഴ പെയ്യുന്നത് കാണുന്ന എല്ലാവരും യുദ്ധം അവസാനിപ്പിച്ചു. ഇപ്പൊ അവിടേക്ക് വിസ്കി പീക്കിൽ വെച്ച് മരിച്ചുപോയി എന്ന് കരുതിയ മേയർ ഇകരം വരുന്നു. അയാളുടെ കയ്യിൽ ആ ചെറിയ പയ്യനുണ്ട്. മുൻപ് മിസ്റ്റർ ടു രാജാവിന്റെ രൂപത്തിൽ നിന്ന് മാറുന്നത് കണ്ട അതേ പയ്യൻ. അങ്ങനെ ആ പയ്യൻ അവൻ കണ്ട എല്ലാ കാര്യവും അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ റിബൽ ആർമിയുടെ ലീഡർ ആയിട്ടുള്ള കോസ, നമ്മുടെ രാജാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും കാരണം ക്രോക്കോഡൈലാണ്, എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നിങ്ങനെയൊക്കെ ആ ജനങ്ങളോട് പറയുന്നു. ഇപ്പൊ അവിടേക്ക് വരുന്ന കിങ് കോബ്ര എല്ലാ
ജനങ്ങളോടും പറയും, ഇവിടെ സംഭവിച്ചതിനെല്ലാം നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അതുപോലെ നശിച്ചുപോയ സ്ഥലങ്ങളെല്ലാം നമുക്ക് ആദ്യം മുതലേ ഉണ്ടാക്കിയെടുക്കാം എന്നിങ്ങനെയൊക്കെ രാജാവ് പറയുന്നു. ഇതിനുശേഷം അവിടേക്ക് ക്രോക്കോഡൈലിനെ പിടിക്കാൻ വേണ്ടി ടഷിക്കി വരുന്നു. ക്രോക്കോഡൈലിനെ അറസ്റ്റ് ചെയ്യുന്ന ടഷിക്ക് വേണമെങ്കിൽ സ്ട്രോ ഹാറ്റ്സിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. എന്നിട്ട് ടഷിക്ക് സ്മോക്കറിന്റെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയും. സ്ട്രോ ഹാറ്റ്സിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല, ഞാൻ ക്രോക്കോഡൈലിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് സ്മോക്കർ ടഷിക്കിയോട് പറയുന്നത്, നീ പ്രത്യേകിച്ച് ഇപ്പൊ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ നിന്റെ മനസാക്ഷി പറയുന്നത് പോലെയാണ് ചെയ്തത്, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇതിനുശേഷം സ്മോക്കർ ഹീന എന്ന് പറയുന്ന ഒരു നേവി ഓഫീസറെ പോയി കാണുന്നുണ്ട്. ഹീന ഇവിടേക്ക് വന്നതിന്റെ കാരണം ക്രോക്കോഡൈലിനെയും ബോറോക് വർക്സിലെ എല്ലാ മെമ്പേഴ്സിനെയും പിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നടന്ന ഈ ഒരു സംഭവം നേവി ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അറിഞ്ഞു. അങ്ങനെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞയച്ചതാണ് ഈ ഹീനയെ. ഹീനയോട് സ്മോക്കർ പറയും, ഇവിടെ നടന്ന എല്ലാ സംഭവത്തിനും കാരണം ക്രോക്കോഡൈലാണ്, വേൾഡ് ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ള ഡാൻസ് പൗഡർ ഉപയോഗിച്ചത് ക്രോക്കോഡൈലാണ് എന്നിങ്ങനെ പറയുന്ന സ്മോക്കർ ക്രോക്കോഡൈൽ ഡാൻസ് പൗഡർ ഉപയോഗിച്ചിരുന്ന ഒരു കപ്പല് ഹീനയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതേ സമയത്താണ് സ്മോക്കറിന് നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അതിൽ സ്മോക്കറിനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ക്രോക്കോഡൈലിനെയും ബൊറോക് വർക്സിനെയും തോൽപ്പിച്ചതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. എന്നാൽ ഇത് കേൾക്കുന്ന സ്മോക്കർ പറയും, അവരെ തോൽപ്പിച്ചത് ഞാനല്ല, സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സ് ആണ്. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. അവിടെ സ്ട്രോ ഹാറ്റ്സിനെല്ലാം വൻ സ്വീകരണമാണുള്ളത്. അവിടെയുള്ള ആൾക്കാര് ഇവരൊരു പൈററ്റ്സ് ആണെന്ന രീതിയിലൊന്നുമല്ല പെരുമാറുന്നത്. കാരണം ഇത്രയും വലിയ പ്രശ്നത്തിൽ അവരെ സഹായിക്കാൻ സ്ട്രോ ഹാറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഈ പ്രശ്നം അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. സോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ലൂഫിയുടെ വാണ്ടഡ് പോസ്റ്ററിൽ ചെറിയൊരു വ്യത്യാസം വന്നു. മുൻപുണ്ടായിരുന്നത് 30 മില്യൺ ബെറി ആണെങ്കിൽ ഇപ്പോൾ അത് 100 മില്യൺ ബെറി ആയിട്ട് ഉയർന്നു. അതുപോലെ വാണ്ടഡ് പോസ്റ്ററിലായിരുന്ന സോറോയ്ക്ക് ഒരു പുതിയൊരു വാണ്ടഡ് പോസ്റ്റർ കിട്ടി, 60 മില്യൺ ബെറീസ്. അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ പതിയെ ഒരു വലിയ പൈററ്റ്സ് ക്രൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സ്ട്രോ ഹാറ്റ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുൻപ് കണ്ട ഹീന എന്ന് പറയുന്ന മറൈൻ ഓഫീസർ സ്ട്രോ ഹാറ്റ്സ് അലാവസ്ഥയിലുണ്ടെന്ന കാര്യം അറിഞ്ഞു. അതുകൊണ്ട് അവൾ ഇപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാവരും സ്ട്രോ ഹാറ്റ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രോ ഹാറ്റ്സിന് ഒരു കോൾ വരും. അവരെ കോൾ ചെയ്യുന്നത് മിസ്റ്റർ 2 ആണ്. നിങ്ങളുടെ കപ്പൽ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നിങ്ങനെയൊക്കെ മിസ്റ്റർ 2 സ്ട്രോ ഹാറ്റ്സിനോട് പറയുമ്പോൾ സ്ട്രോ ഹാറ്റ്സ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ കാണുന്നത് മറൈന്റെ കണ്ണിൽ പെടാതെ ഈ മിസ്റ്റർ 2 അവരുടെ കപ്പൽ സേഫ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. മിസ്റ്റർ 2 അവരോട് പറയുന്നത്, ഞാനില്ലായിരുന്നെങ്കിൽ മറൈൻസ് നിങ്ങളുടെ കപ്പൽ കണ്ടുപിടിച്ചേനെ, ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു കപ്പൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നേ. സോ നേരത്തെ സാഞ്ചിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത മിസ്റ്റർ 2 നല്ലവനായ കാര്യം നമ്മൾ കണ്ടു, അതുകൊണ്ടാണ് മിസ്റ്റർ 2 ഇപ്പൊ ഇവരെ സഹായിച്ചത്. മാത്രമല്ല മിസ്റ്റർ 2 ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന്റെ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഇതിനുശേഷം സ്ട്രോ ഹാറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവർക്കിനി ഈ അലാബസ്റ്റയിൽ കുറെ സമയം നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവർ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുന്നേ സ്ട്രോ ഹാറ്റ്സ് വിവിയോട് പറയുന്നത്, വിവി നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നിനക്കും ഞങ്ങളുടെ കൂടെ വരാം, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ പുതിയ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം. അത് കേൾക്കുന്ന വിവി ഒരു തീരുമാനം എടുത്തു. സ്ട്രോ ഹാറ്റ്സ് പോകുന്നതിന് മുൻപായിട്ട് വിവി അവളുടെ തീരുമാനം പറയും, എനിക്ക് നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഈ അലാബസ്റ്റയിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കടമകളുണ്ട്, ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നിങ്ങനെ വിവി പറയുന്നത് കേട്ട് പോകുന്ന സ്ട്രോ ഹാറ്റ്സിനും ഒരുപാട് സന്തോഷമാവും. കാരണം വിവി ഒരു രാജകുമാരിയാണ്, അവൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് പോകുന്നു. ശേഷം വിവി പ്രിൻസസ് വിവി ആയിട്ട് അലാബസ്റ്റയിലെ രാജകുമാരിയായിട്ട് പദവി എടുത്തു. ഇപ്പോൾ അലാബസ്റ്റയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി അവരുടെ പുറകെ തന്നെ ഹീന പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് മിസ്റ്റർ 2 അവിടെയുണ്ട്. മിസ്റ്റർ 2 സ്ട്രോ ഹാറ്റ്സിനോട് പറയും, ഞാൻ അവരെ തടഞ്ഞു നിർത്താം, ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടുന്ന് പോകണം, നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്, ഈ ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞാനൊക്കെ എന്തൊരു ഫ്രണ്ട് ആവും എന്ന് പറഞ്ഞ് മിസ്റ്റർ 2 ഹീനയെ കബളിപ്പിച്ച് സ്ട്രോ ഹാറ്റ്സിനെ അവിടെ നിന്ന് പോകാൻ വേണ്ടി സഹായിക്കുന്നു. നമുക്കിനി ഇയാളെ മിസ്റ്റർ 2 എന്ന് വിളിക്കേണ്ട, പകരം ഇയാളുടെ പേരായിട്ടുള്ള ബോൺ ക്ലേ എന്ന് വിളിക്കാം. ഇപ്പൊ മറൈനിൽ നിന്ന് സ്ട്രോ ഹാറ്റ്സിനെ ബോൺ ക്ലേ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഹീനയും മറൈൻസും ചേർന്ന് ബോൺ ക്ലേയെ പിടിക്കുന്നു. ശേഷം രക്ഷപ്പെട്ടു പോയ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലില് മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു, ലൂഫി ക്രോക്കോഡൈലിന്റെ അടുത്ത് നിന്ന് രക്ഷിച്ച റോബിൻ. റോബിൻ അവരോട് പറയുന്നത്, എന്റെ ജീവൻ രക്ഷിച്ചത് ലൂഫിയാണ്, അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അത് കേട്ട് ലൂഫിക്ക് സന്തോഷമായി. ലൂഫി അവളെ ഒരു മെമ്പറായിട്ട് തെരഞ്ഞെടുത്തു. പക്ഷെ ബാക്കിയുള്ള ആർക്കും റോബിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം റോബിൻ ക്രോക്കോഡൈലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. റോബിൻ നല്ലവളാണെന്നുള്ള കാര്യം ലൂഫിക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ള ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഊസോപ്പ് അവളോട്, നീ ആരാണ്, നീ എന്താണ്, നിന്റെ പവർ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അവളെ പറ്റി പറയും, ഞാനൊരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്, എനിക്ക് ആൾക്കാരെ കൊല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടം. റോബിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ എന്താന്ന് വെച്ചാൽ, അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുപാട് കൈ കൊണ്ടുവരാൻ കഴിയും. ആ കൈ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും കൊല്ലാനും അല്ലെങ്കിൽ ഇതുപോലെ ലൂഫിയും ചോപ്പറിനെയും ചിരിപ്പിക്കാനും കഴിയും. ഈ ഡെവിൾ ഫ്രൂട്ട് പവർ കൂടാതെ റോബിൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഇവൾക്ക് പണ്ട് നടന്ന ഹിസ്റ്ററി വായിക്കാൻ കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞ പോണിഗ്ലിഫിലെ ഹിസ്റ്ററി വായിക്കാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ. റോബിൻ അത്യാവശ്യം പഴയ ഹിസ്റ്ററി എല്ലാം അറിയാം, അതുപോലെ പോണിഗ്ലിഫ് മുഴുവൻ വായിക്കാനും കഴിയും. സോ ഇതുപോലെയുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് സ്ട്രോ ഹാറ്റ്സിന്റെ ഗ്രൂപ്പിലുള്ളത് നല്ലതാണ്. അങ്ങനെ എല്ലാവരും റോബിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ സോറോ മാത്രം അക്സെപ്റ്റ് ചെയ്യില്ല. സോറോയ്ക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോറോയ്ക്ക് ഇപ്പോഴും അവളെ സംശയമാണ്. പക്ഷെ പോകെ പോകെ അത് ശരിയായിക്കോളും. സോ ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്തു, നിക്കോ റോബിൻ. ഇതോടെ ഈ ഒരു സാഗ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത സാഗ സ്കൈ ഐലൻഡ് സാഗയാണ്. ആ ഒരു സാഗ മുഴുവനും 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. സോ ആ 2 പാർട്ട് കാണാൻ വേണ്ടി എല്ലാവരും ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ഈ
ഒരു വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നിയോ അത് കമന്റ് ചെയ്യാം. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.